ഹായ് ഡിയേഴ്സ്, ഇന്ന് ന്യൂ ഇയറിൻ്റെ ദിവസം ഉണ്ടായ കുറച്ച് കാര്യങ്ങളായിട്ടാണ് ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ രാവിലെ നല്ല ചൂട് പുട്ടുകളിലൊക്കെ കഴിച്ചു. ഏട്ടനും വാവയും കൂടി കുറച്ച് ചെടിയൊക്കെ വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. അവർ വരുന്നുണ്ട്, നമുക്ക് നോക്കാം. ഒരു മിനിറ്റ്. അമ്മേ അത്ത പൂവ്, ഈ പൂവ് ഇത് ഡാലിയാണോ? ആ ഓക്കെ. 2025 അല്ലേ ഇനി? അതാവുമ്പോഴത്തേക്ക് നിറച്ച് ചെടി ആക്കണം. ഇവിടെല്ലാം ചെടി തട്ടിയിട്ട് നടക്കാൻ കഴിയാൻ പാടില്ല. എന്താ ഒന്നും മിണ്ടാത്തെ? എന്തായാലും ഒന്നും പറയാത്തെ? ആയിക്കോട്ടെ. ലിസ പുറത്തുണ്ടല്ലേ? നീ എന്നത് ഇങ്ങനെ പതുങ്ങിക്കുന്നു? നല്ലുണ്ട്. ആ ഇതിന് ഞാൻ കണ്ടിട്ടേ ഇപ്പൊ നല്ല രസമുണ്ടായി. പൂവ് മൊട്ടുണ്ടല്ലോ. ചട്ടി ഉണ്ടോ? ഡാൽമിയല്ല, ഡാലിയ. വേറെ ഫോളോ ചെയ്യൂ, അച്ഛനെ ഫോളോ ചെയ്യൂ. അത് പൊട്ടിക്കും. ഇവിടെ വെച്ചോ. അതെല്ലാം ലോക്കലല്ലേ? ആ മറ്റേ ഡ്രം പോലത്തെ ലോക്കലല്ലേ? ഇത് ലോക്കലാ? പൂ വിരിയുന്നതിന് വാങ്ങിക്കണ്ട. ഇവിടെ എല്ലാം പൂ വിരിയാത്ത ചെടിയാ. ഏത്? ആ ഇനി പൂ വിരിയുന്നുണ്ട് കേട്ടാ. ഇനി നമുക്ക് ഫോട്ടോ എടുക്കണം. അപ്പോൾ ഇതാണ് നമ്മളെ പക്ഷിക്കൂടിൽ 4 പക്ഷി ഉണ്ടായിരുന്നു, എല്ലാം ചത്തുപോയി. ഇനിയിപ്പോൾ പെയിൻ്റ് അടിച്ചതിന് ശേഷം വേണം പുതിയ പക്ഷീനെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഒരാൾ ഇവിടെ നിന്നു, ഒരാൾ ആടെ നിന്നു, പിന്നെ അടുത്ത ആള് ഡാലി ആടെ നിന്നു, കുറ്റിമുല്ലി ഇടുന്നു. ഒന്നും കൂടി ഉണ്ടല്ലോ, ഒന്നും എടുത്തു. 5ാമത്തെ വിരിഞ്ഞ്. ആ തന്നെ. ആ ഇത് ഇതിന് സ്ഥലമില്ലേ? സിത്തറ പോലെയാ. ആ എന്നാ അടച്ചോ. ഒഴിക്കും. പിന്നെ ഞാൻ തന്നെയല്ലേ വെള്ളം ഒഴിക്കല്. ചെടി അധികമായാലും കൂടി. ഉച്ചയ്ക്ക് ശേഷം നമ്മളിവിടെ അടുത്ത 7ാം ഫെസ്റ്റിവൽ ഒരു പ്രോഗ്രാം വന്നിട്ടുണ്ട്. അത് കാണാൻ വേണ്ടി പോയെന്ന്. കുറേ ദിവസമായി പോകണമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്ന് നമ്മളെല്ലാവരും കൂടിയിട്ട് പോയെന്ന്.
ഇവിടെയാണ് ഇപ്പോൾ ഏഴോം ഫെസ്റ്റ് നടക്കുന്നത്. നമ്മളിതിൻ്റെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയെന്ന്. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. ഇതിൽ കൂടി അകത്തേക്ക് പോകുന്നത്. അപ്പോൾ എന്തെല്ലാം ഉള്ളത് നമുക്ക് നോക്കാം. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇങ്ങനെ കയറിയിട്ട് അതിലേക്കൂടെ ഒരു വഴിയിലൂടെ ഇങ്ങനെ പോവുകയെന്ന്. അപ്പോൾ നമ്മൾ നടന്നെത്തിയത് ഇതിങ്ങനെ ഒരു സ്ഥലത്തേക്ക്, ഒരു ഗുഹേൻ്റെ ഉള്ളിലേക്ക് കൂടെ പോകുന്ന പോലെയാണ് ഫീൽ ചെയ്തത്. അപ്പോൾ ആനിമൽസിൻ്റെ എല്ലാം സൗണ്ടെല്ലാം കേൾക്കുന്നുണ്ട്. ഇവിടെ അങ്ങനെ എന്തൊക്കെ ഉണ്ടെന്നാന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എന്തെല്ലാം ഉണ്ടെന്നാന്ന്. അപ്പോൾ അതാ എത്തി ആനിമൽസിൻ്റെ രൂപത്തിലുള്ള അങ്ങനെ സൗണ്ടൊക്കെ ഉണ്ട്. ആനിമൽസിൻ്റെ സൗണ്ട് തന്നെ ഉണ്ട്. ഒരു കാട്ടിലെത്തിയ ഫീൽ പോലെ ഉണ്ട്. നമുക്ക് എല്ലാം ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആനിമൽസിൻ്റെയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങോട്ട് നടക്കുന്നു. അപ്പോൾ ഈ വഴിയിലൂടെ അങ്ങോട്ട് പോകാൻ വേണ്ടത്. അപ്പോൾ ഇതിലൂടെ പോയി അതിന് ശേഷം ഉണ്ടാകുന്ന വെച്ചാൽ കുറച്ച് സ്റ്റാൾസും കാര്യങ്ങളെല്ലാം ഉണ്ടായത്. ബുക്ക് സ്റ്റാളുണ്ട്, അതുപോലെ തന്നെ ഫാൻസി ഐറ്റംസും അങ്ങനെ ഡ്രസ്സും കാര്യങ്ങളും അങ്ങനെ, അതുപോലെ കുടുംബശ്രീത്തെ ചേച്ചിമാരുണ്ടാക്കിയ പ്രോഡക്ട്സും ഇതും, ഖാദിയുടെ ഒരു സ്റ്റാളുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് സ്റ്റാളുകൾ. പിന്നെ കുറച്ച് അവയർനെസ്, അതായത് ഡ്രഗ്സിനെതിരെയും അങ്ങനെയൊക്കെയുള്ള അവയർനെസ്സൊക്കെയുള്ള കുറച്ച് പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെയുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ഫാൻസിയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ ഉണ്ടത് കുട്ടികളുടെ ശാസ്ത്രമേളക്കൊക്കെ ഉണ്ടാകുന്ന പോലെ കുട്ടികളുണ്ടാക്കിയ കുറച്ച് ഇങ്ങനത്തെ ഇങ്ങനെ സയൻസുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളിലായിട്ടാണ് ഉണ്ടായിരുന്നത്. അതിലൊരുപാട് ഇങ്ങനെ കാണാൻ ഇൻഫോർമേറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ലൈറ്റ് സെൻസ് ചെയ്തിട്ട് കത്തുന്ന ഇതും, അതുപോലെ ഹീറ്റ് സെൻസ് ചെയ്തിട്ട് കത്തുന്ന ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ കുറച്ച് ഒപ്റ്റിക്കൽ ഇല്യൂഷൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ടായിരുന്നു. കൊച്ചുകുട്ടികൾക്കെല്ലാം പറ്റിയതാണ്. നേരത്തെ ആനിമൽസിനൊക്കെ കാണിച്ചതെന്ന് വെച്ചാലും ചെറിയ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളതാണ്. അതുപോലെ ഇത് കുറച്ച് പഠിക്കുന്ന പ്രായത്തിലുള്ള കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ, അങ്ങനെ എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. പഴയകാല മിഠായികൾ, അതുപോലെ ഇതിപ്പോൾ ഖാദിയുടെ സ്റ്റാളാണ്. അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ ഇത് പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഐറ്റംസിൻ്റെ ഒരു പ്രദർശനമായിരുന്നു. കൃഷി ആവശ്യത്തിനും വീട്ടാവശ്യത്തിനും ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ ഇപ്പോഴത്തെ ആൾക്കാർ കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും ഇതൊന്നും കാണാതെ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇതൊക്കെ കാണാനുള്ളൊരു അവസരം കൂടിയാണ്. അങ്ങനെ ഒരുപാട് ഇത് കുടുംബശ്രീ ചേച്ചിമാരുണ്ടാക്കിയ പ്രോഡക്ട്സും അച്ചാറ്, അതുപോലെ ഹാരങ്ങൾ, അങ്ങനെ ഒരുപാട് സ്റ്റാളുകൾ. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് മെയിൻ സ്ഥലത്തേക്ക് നമ്മൾ എത്തുന്നത്. അപ്പോൾ ഇത് ഇവിടെയാണ് ഉള്ളത് ഇങ്ങനെ മെയിനായിട്ടുള്ള ഈ റൈഡുകളും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇതിൽ എത്തിയപ്പോൾ തന്നെ വാവറിനൊക്കെ അതിൽ കയറണം അന്നേ പറയുന്നുണ്ടായിരുന്നു. മറ്റേ ആകാശൂഞ്ഞാൽ അങ്ങനെ ഒരുപാട് എന്തൊക്കെ പേര് പറഞ്ഞ് ഇതിലൊക്കെ കയറണം. അപ്പോൾ ഇതിൽ കയറണ്ട, അതിൻ്റെ അടുത്തില്ല തോണി പോലത്തെ അതിൽ കയറാമെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഏട്ടനും വാവയും കൂടി കയറട്ടെ എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായത്. പക്ഷേ ഏട്ടൻ ഇല്ല, ഉറപ്പായിട്ട് ഞാനില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടു. ഞാൻ കയറില്ല, എനിക്ക് ഭയങ്കര പേടിയാണ്. പിന്നെ ഇവിടെ ഒറ്റയ്ക്ക് ആക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കയറിയതാണ്. അപ്പോൾ കയറി പെട്ടു എന്നാണ് പറയുക. കയറി തന്നെ ഭയങ്കര പേടിയാകുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാണുമ്പോൾ ഇത്രയും സ്പീഡിലെങ്കിലും മുകളിൽ നമുക്ക് താഴേക്ക് വരുമ്പോൾ ഫീൽ വെച്ചാൽ ഭയങ്കര ഫീലാണ്. ഞാൻ കുറേ കഴിഞ്ഞപ്പോൾ കണ്ണടച്ചിരുന്നു. അവൾക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞതാണ് ഞാൻ കയറിയില്ല, എനിക്ക് ഇങ്ങനത്തെ പേടിയാന്ന് പറഞ്ഞതാണ്. പേടിയല്ല, എന്തോ ഒരു മാതിരി ഫീൽ തോന്നും. ഇങ്ങനെയൊക്കെ കയറി ആ മുകളിലോട്ട് പോകാൻ പ്രശ്നമില്ല, താഴേക്ക് വരുമ്പോൾ ഭയങ്കര ഒരുമാതിരി വീഴുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര എന്തോ പോലെ ആണെന്നുണ്ടായിരുന്നു. അപ്പോൾ കയറാണ്ടിരിക്കാൻ രക്ഷയില്ലാത്തതുകൊണ്ട് പെട്ടുപോയതാണ്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞു. വേറെ എന്തൊക്കെയോ റൈഡ് ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ പിന്നെ എന്തും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നു. പാനിപ്പൂരി വാങ്ങിച്ചു. അങ്ങനെ കുറച്ച് ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിച്ച്. വാവ ഇത് കഴിക്കൂല, അപ്പോൾ നമ്മളിത് കഴിച്ചു. പിന്നെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. പിന്നെ വാവക്ക് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു. ഞാനൊരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു.
അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസം. ജാനുവരി 1 തന്നെ ഒരു നല്ല രസമുള്ള ദിവസമായിരുന്നു. ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ട് അത് ഇങ്ങനെ ഇതുവരെ കയറാത്തൊരു സാധനത്തിലും കയറി അങ്ങനെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോയിരുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയല്ലേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ഇനിയും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.